ഹലോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങളുടെ ചെറിയൊരു ഈസ്റ്റർ ആഘോഷം കണ്ടാലോ. വലിയ ആഘോഷം എന്നല്ല, കുറേ ആൾക്കാരായിട്ട് കുറേ വലിയ ആഘോഷം എന്നല്ല കേട്ടോ. എൻ്റെ ചേട്ടനും ബൈച്ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ നമ്മളും. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറേ ആൾക്കാർ പണ്ട് ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി, ഓരോ കൺട്രിയിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ മാത്രമായിട്ടോ, നമ്മുടെ ഫാമിലി എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ പാറുവിന് ഇതാ ദേവൂട്ടി കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ പരിപാടി പപ്പടം കാച്ചൽ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാറൂട്ടി എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്. പിന്നെ വൈജങ്കളുണ്ട് കേട്ടോ. അതാ വൈജങ്കൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ദേവൂട്ടിയും കെൻ്റെങ്ങളും കൂടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി നമ്മുടെ കേരള ബിരിയാണി അല്ല കേട്ടോ. കെൻ്റിച്ചേട്ടൻ്റെ തമിഴ്നാട്ടിൽ ബിരിയാണിയാണ്. കെൻ്റിച്ചേട്ടൻ പിന്നെ കന്യാകുമാരിയിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ബിരിയാണിയാണ്. അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഉള്ളി വാട്ടിയിലൊക്കെ ഇട്ട് നമ്മളൊക്കെ ഇടുന്ന സമയത്ത്, അതായത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊന്നും ചേർക്കാറില്ല. ഇതൊക്കെ ഇത്തിരി മെനക്കെടുള്ള കാര്യങ്ങളായതുകൊണ്ട്. പക്ഷേ കെൻ്റെങ്ങളുടെ ബിരിയാണി എന്ന് പറയുന്നത് ഇതൊക്കെ റിച്ചായിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടോട്ടലി നമ്മളെ ബിരിയാണിയായിട്ട് യാതൊരു സാമ്യമില്ല ഈ ഒരു ബിരിയാണിക്ക്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോരാൾക്കും വിളമ്പി എടുക്കുന്നുണ്ട്. സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ബിരിയാണി അവരുണ്ടാക്കിയിട്ടാണ് ചേട്ടന്മാർ രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഓരോ പ്ലേറ്റിലായിട്ട് വിളമ്പുന്നുണ്ട്. സലാഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. പക്ഷേ മുട്ട പുഴുങ്ങിയൊന്നും അതിനൂടെ കഴിക്കാൻ പറ്റില്ല. ഇതന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ഹെവിയാണ്. അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെയാണ് കേട്ടോ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചത്. അപ്പോൾ ഞാൻ ഭയങ്കര ബിൽഡപ്പിന് ഞാനുണ്ടാക്കിയ ബിരിയാണിയാണെന്നുള്ള ഒരു ഭാവത്തിലൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പ്ലേറ്റിലും വിളമ്പി. ദൈവമാണ് കേട്ടോ ക്യാമറ എടുക്കുന്നത്. അതാണ് ചെരിഞ്ഞും താണൊക്കെ ഇരിക്കുന്നത്. ഇടയ്ക്ക് എന്നെ എടുക്കും, ഇടയ്ക്ക് പ്ലേറ്റ് എടുക്കും. അങ്ങനെ അവൾ പാട്ടുപാടി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ വാങ്ങി ഞാനെടുത്തു കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ബിരിയാണി. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വിളമ്പണം. ചൂടാക്കി ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ അത്ര കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ചൂടാക്കിയിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ വിളമ്പിയെടുത്തു. എല്ലാവരും കൂടെ ഒന്ന് വിളമ്പിയെടുത്തു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈസ്റ്റർ ആഘോഷം. സൗത്ത് ആഫ്രിക്കയിലെ ചെറിയൊരു ഈസ്റ്റർ ആഘോഷം. അപ്പോൾ നിങ്ങളൊക്കെ ഈസ്റ്റർ ആഘോഷിച്ചോ? ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം ഒന്നാവാൻ പോകുന്നു കേട്ടോ. ഫോണിൽ മെമ്മറി ക്ലിയർ ചെയ്യുന്നതിന് അനുബന്ധിച്ചിട്ട് കണ്ട വീഡിയോ ആണ്. അപ്പോൾ അതാണ് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ടത്. ഇനിയും ഇട്ടിട്ടില്ലേ പിന്നെ എന്താ പറയണ്ടേ, ഫോണിൽ മെമ്മറി ഇല്ല ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പപ്പടവും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ സീ യു. ഇത് നല്ല ജ്യൂസിയാണ് കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു മട്ടൻ. അപ്പോൾ ടാറ്റാ, നാളെ കാണാം.